അതിൽ ആദ്യത്തെ നമ്മൾ വളരെ വൈഡായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ, ഒരു ഫംഗ്ഷനാണ് VLOOKUP. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട പോലെ ഈ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ അതിൽ നോക്കിയാൽ ഈ ബ്രാൻഡ് നെയിം എക്സ്മോൾ എന്നുള്ളതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടി. ഇവിടെ പക്ഷേ യൂണിറ്റ് കോസ്റ്റ്, അതിൻ്റെ എക്സ്പെൻസ്, ഒരു ടാബ്ലറ്റിന് വേണ്ടി വരുന്ന എക്സ്പെൻസ് എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ആഡ് ചെയ്യണം. ഇതൊരു ലിസ്റ്റിലേക്ക് നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരണം. നമുക്ക് ഈ ഐറ്റംസ് മുഴുവൻ ഇവിടെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൊത്തം ടോട്ടൽ കോസ്റ്റ് എത്രയെന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ആദ്യം. ഇതാണ് അതിൻ്റെ എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ കണ്ടത് ഓരോ മന്ത്ലിയും വന്നിട്ടുള്ള സെയിലാണ്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അതിൻ്റെ സെയിൽ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഇവിടെ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഇവിടെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോസ്റ്റാണ് ഇത്രയും ഐറ്റത്തിന്. അപ്പോൾ നമുക്കറിയാം 16 ഐറ്റം ഉണ്ട്. ഈ 16 ഐറ്റത്തിൻ്റെയും ഓരോന്നിൻ്റെയും കോസ്റ്റ്, യൂണിറ്റ് കോസ്റ്റ് നമ്മളിവിടെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വാല്യൂസിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ മാനുവലി എൻട്രി ചെയ്ത് ഈ എക്സ്മോളിൽ എത്ര എവിടെയൊക്കെയാണോ എക്സ്മോൾ കാണുന്നത് അവിടെയൊക്കെ 4, പിന്നെ ഈ എക്സ്മോൾ വരുന്നിടത്ത് വീണ്ടും 4, അടുത്ത് വരുന്നത് എവിടെ കണ്ടുപിടിച്ചാൽ അവിടെ 4, ഇങ്ങനെ മാനുവലി എൻട്രി ചെയ്ത് പോകാം. ഇതിന് പകരം ഇത് നമുക്ക് ഫോർമുല യൂസ് ചെയ്തിട്ട് VLOOKUP യൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള വൈഡായിട്ട് യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് VLOOKUP ഫംഗ്ഷനാണ്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിൽ നമ്മൾ VLOOKUP ചെയ്യുമ്പോൾ ഏതിൻ്റെയാണോ വാല്യൂ കൊണ്ടുവരുന്നത്, അപ്പോൾ ഈ ബ്രാൻഡ് നെയിമിലെ എക്സ്മോളിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ ലിസ്റ്റിൽ അതുള്ള കോളം തൊട്ട് മാത്രം നമ്മൾ അതിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുക. VLOOKUP ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ലുക്കപ്പ് ചെയ്യുന്ന വാല്യൂ അതെന്ന് പറയുന്നത് ഏതിൻ്റെയാണോ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. എക്സ്മോളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ആ എക്സ്മോൾ കിടക്കുന്ന പോർഷൻ എവിടെ നോക്കുന്നത്, ഇവിടെ നിന്നാണ് നമ്മൾ എക്സ്മോളിൻ്റെ വാല്യൂ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അത് തൊട്ട് സെലക്ട് ചെയ്യുക. നിങ്ങൾ ആദ്യത്തെ കോളം എടുക്കരുത്. ഇത് തൊട്ട് കിട്ടേണ്ട വാല്യൂ ഈ ടോട്ടൽ കോസ്റ്റാണ്. അപ്പോൾ അതുവരെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഈ കോളം ഒഴിവാക്കണം. കാരണം ഏതിൻ്റെ വാല്യൂ ആണോ കാണുന്നത് അത് കിടക്കുന്ന കോളം ഫസ്റ്റ് കോളമായിട്ട് വരണം. കോമഡ്. ഇനി അടുത്ത കോളം ഇൻഡെക്സ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്ര നമ്മൾ 1, 2, 3, 4 കോളം സെലക്ട് ചെയ്തു. ഈ 4 കോളത്തിൽ ഏത് കോളമാണോ വേണ്ടത്, ഒന്നാമത്തെ കോളമാണ് ആ വാല്യൂ കിടക്കുന്നത്, നമ്മൾ സെലക്ട് ചെയ്ത എക്സ്മോൾ കിടക്കുന്നത്. പിന്നെ അവിടെ നിന്നിട്ട് രണ്ടാമത്തെ കോളത്തിലാണ് അതിൻ്റെ റോ മെറ്റീരിയൽ കോസ്റ്റ്, മൂന്നാമത്തെ കോളത്തിലാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്, നാലാമത്തെ കോളത്തിലാണ് ടോട്ടൽ കോസ്റ്റ്. നമ്മൾ ഈ കോളം എണ്ണുന്നത് എക്സ്മോൾ തൊട്ടുള്ള ഏതാണോ ലുക്കപ്പ് വാല്യൂ ആ വാല്യൂ തൊട്ടുള്ള കോളാണ്. 1, 2, 3, 4. ഈ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ 4 എന്ന് പറയണം. കോളം നമ്പറാണത്, കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ചോദിക്കുക, ട്രൂ വാല്യൂ ആണോ ഫാൾസ് വാല്യൂ ആണ്. ട്രൂ വാല്യൂ പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് മാച്ച് ചെയ്യും. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഫോൾസ് എന്ന് പറയുന്നതാണ് എക്സാക്റ്റ് മാച്ച്. അപ്പോൾ ശരിക്കും ഫോൾസ് ആണ്, നമുക്ക് എക്സാക്റ്റ് മാച്ചാണ് വേണ്ടത്. ഓക്കെ, അപ്രോക്സിമേറ്റ് മാച്ച് അല്ല, എക്സാക്റ്റ് മാച്ച് വേണം. അപ്പോൾ അവിടെ നമ്മൾ ഫോൾസ് എന്ന് അടിക്കുക. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, എക്സ്മോളിൻ്റെ അതേ വാല്യൂ ഇവിടേക്ക് വന്നു. ഓക്കെ, ഇനി അടുത്തതിൻ്റെ നമുക്ക് താഴേക്ക് പോകുന്നെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഈ സെറ്റ് ഓഫ് വാല്യൂസാണ് നമ്മൾ സെലക്ട് ചെയ്ത് റേഞ്ചായിട്ട്. ഈ ലുക്കപ്പ് റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ടേബിളാണ്, സിംഗിൾ കോളം അല്ല എന്നർത്ഥം, മുമ്പ് കണ്ട പോലെ ഈ ഒരു ടേബിളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഈ റേഞ്ച് സെലക്ട് ചെയ്താൽ ആ റേഞ്ചിന് നമ്മൾ ലോക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ സമ്മിഫിലൊക്കെ ചെയ്ത പോലെ B6 തൊട്ട് E21 വരെയുള്ള കോളാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, ലോക്ക് ചെയ്യുക. F4 പ്രസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇനി താഴേക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ എല്ലാറ്റിലും അത് ഫില്ലായി വരും. ഓക്കെ, എല്ലാറ്റിനും കോസ്റ്റ് വാല്യൂ ഓൾറെഡി ഫില്ലായി. അതാണ് VLOOKUP. ഇനി ഇതിൽ തന്നെ നമുക്കിപ്പോൾ ഇതേ വാല്യൂ തന്നെ നമുക്ക് വേണമെങ്കിൽ അടുത്ത ഒരു വേറെ പേജിലോ വേറെ ഫയലിലോ എവിടെ കിടക്കുന്നതാണെങ്കിലും അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട്, വേറെ ഫയലിലാണെങ്കിൽ ഫയൽ ഓപ്പൺ ചെയ്യുക. ഇതേ ഫയൽ തന്നെ വേറെ ഷീറ്റിലാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കൊണ്ടുവരാം. എന്ത് ചെയ്യണം വെച്ചാൽ ഈക്വൽ ടു VLOOKUP ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ലുക്കപ്പ് ചെയ്യുന്ന വാല്യൂ ഇതാണ്, കോമഡ
അടുത്ത ഷീറ്റിൽ അതുണ്ടെങ്കിൽ ആ ടേബിളിലേക്ക് പോവുക, വാല്യൂ ഉള്ള കോളം തൊട്ട് സെലക്ട് ചെയ്യുക. റൈറ്റ്, സെലക്ട് ചെയ്യുക. ഹെഡർ എടുത്താലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക. ഇവിടെ നമുക്ക് വേണ്ടത് ടോട്ടൽ കോസ്റ്റ് 1, 2, 3, 4, അതുപോലെ നമ്പർ ചെയ്ത് വെച്ചാൽ മതി. 2, 3, 4 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നാലാമത്തെ കോളാണ് വേണ്ടത്. അപ്പോൾ 4 കോളം ഇൻഡെക്സ്, അതിനുശേഷം ഫോൾസ് അടിക്കുക, എൻ്റർ ചെയ്യുക. വാല്യൂ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ആ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം, അവിടെ ഷീറ്റ് നമ്പർ കൂടി ഉണ്ടാവും. രണ്ടാമത്തെ ഷീറ്റിൽ നിന്നാണ് നമ്മൾ റേഞ്ച് എടുത്തത്, അതുകൊണ്ട് ആ ഷീറ്റ് 2 എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ച് കാണും. ആ റേഞ്ച് വീണ്ടും ലോക്ക് ചെയ്യുക. ഇത് വേറെ ഫയലിൽ നിന്നാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ലോക്ക് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ പ്രത്യേകിച്ച് ലോക്ക് ചെയ്യേണ്ടത്. വേറെ ഫയൽ തുറന്നിട്ട് അതിൽ നിന്നാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഓൾറെഡി ലോക്ക്ഡ് ആയിരിക്കും. പക്ഷേ സെയിം ഫയലിൽ നിന്ന് വേറെ ഷീറ്റിൽ നിന്നാണെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. വന്നു. ഇനി നമുക്കതിൽ വേറെയും വാല്യൂസ് വേണമെന്നായിരിക്കുക. ഇത്രയും ഡാറ്റ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇതേ ഫോമിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക. ഇവിടെ ഈക്വൽ ടു vlookup വാല്യൂ എക്സ്മോൾ കോമഡ് ഷീറ്റ് 2 എന്നാണ് വേണ്ടത്. എക്സ്മോൾ തൊട്ടുള്ള മൊത്തം ഡാറ്റ എടുക്കുക. എന്നിട്ട് കോമ ഇട്ടിട്ട് നമ്മൾ അടുത്ത് വേണ്ട ടാക്സ് ആണ്, അത് അഞ്ചാമത്തെ ആണ്. ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ 1, 2, 3, 4, 5 ഫിഫ്ത്ത് കോളാണ്. അപ്പോൾ അവിടെ 5 ഇട്ടെടുക്കുക. കോമഡ് ഫോൾസ് ഫോർ എക്സാക്ട് മാച്ച്. അപ്പോൾ ഇത് പെർസെൻറ്റേജ് ആണ് അവിടുത്തെ, അത് പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ ഇത് ഫോമാറ്റ് സെല്ലിൽ ഫോമാറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അത് ജനറൽ ഫോമാറ്റിൽ കിടക്കാണ് 0.0005 എന്ന് കാണിച്ചത്. പെർസെൻറ്റേജ് ആയിരുന്നു അവിടെ. ഇവിടെ നമുക്കുള്ളത് പെർസെൻറ്റേജ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടത് ഒന്നുകിൽ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെല്ലിൽ പോയിട്ട് പെർസെൻറ്റേജ് സെലക്ട് ചെയ്താൽ മതി. ഡെസിമൽ വേണ്ടതെന്ന് വെച്ചാൽ 0 ആക്കുക, അങ്ങനെ കിട്ടും. അതല്ലെങ്കിൽ വെറുതെ സെല്ല് സെലക്ട് ചെയ്ത് മുകളിൽ മെനു ബാറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പെർസെൻറ്റേജിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അവിടെയും കിട്ടും. ഇപ്പോൾ നമ്മൾ അവിടുന്ന് പെർസെൻറ്റേജ് കൊണ്ടുവന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റേഞ്ച് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടുത്തെ ടാക്സ് ഓരോന്നിൻ്റെ ടാക്സ് പെർസെൻറ്റേജ് വന്നു. ഇനി ഡിസ്കൗണ്ട് വേണം നമുക്ക്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ മൊത്തം റേഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ടാവും, H വരെ. ഇവിടെ നിന്ന് തൊട്ട് ഇങ്ങനെ H വരെ മൊത്തം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം സെലക്ട് ചെയ്തിട്ട് ഈ ഫിഫ്ത്ത് കോളാണ് നമ്മൾ നേർത്തെടുത്തത്. ഇനി 6ഉം 7ഉം എടുക്കാം. അതുകൊണ്ട് ഫിഫ്ത്തിൽ വെച്ചിട്ട് നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 6ഉം 7ഉം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം തന്നെ റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ മൊത്തം റേഞ്ച് സെലക്ട് ചെയ്യുക, ആകെയുള്ളതിൻ്റെ ഇതൊക്കെ വേണ്ടി വരും എന്നുണ്ടെങ്കിൽ, എന്നിട്ട് കോൾ എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഈ 5%-ൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിഫ്ത്ത് കോളാണ് എടുത്തത്. ഇനി അത് തന്നെ നമുക്ക് ഇപ്പോഴത്തേക്ക് ഡ്രാഗ് ചെയ്താൽ വാല്യൂ എടുക്കാൻ പറ്റും. അതിനെന്ത് ചെയ്യണം, ഒന്നെന്താ വെച്ചാൽ നമ്മൾ എടുത്ത വാല്യൂ ഈ എക്സ്മോൾ എന്ന് പറയുന്ന വാല്യൂ ആണ് അല്ലേ. ഇത് പക്ഷേ നമ്മൾ അടുത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ നോക്കി അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് അടുത്ത സെല്ലിലേക്ക് മാറി, എക്സ്മോൾ എന്നുള്ള വാല്യൂ അടുത്തേക്ക് മാറി. അപ്പോൾ ഇതിന് വീണ്ടും നമ്മൾ എന്താക്കണം, ഈ ജയിലേക്ക് തന്നെ കൊണ്ടുവരണം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ വാല്യൂ കിട്ടും. 5% കിട്ടുന്നതാണ് ടാക്സിൻ്റെ ഫിഫ്ത്ത് കോൾ എടുത്തത്. നമ്മളതിനെ 6 ആക്കിയാൽ മതി. ഇതിൽ 6 ആക്കുക, അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഫോമിൽ തന്നെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ എക്സ്മോൾ ആയിട്ട് തന്നെ നിൽക്കണം, ഇങ്ങോട്ട് മൂവ് ചെയ്ത്. അതുകൊണ്ട് കോളം നമ്മൾ എപ്പോഴും ലോക്ക് ചെയ്യണം. അതുപോലെ കോളത്തിൽ J6-ൽ പോയിട്ട് J മാത്രം ലോക്ക് ചെയ്യുക. ജെയുടെ മുമ്പ് $സൈൻ ഇട്ട് കൊടുക്കുക, എൻ്റർ ചെയ്യുക, എന്നിട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ സെയിം 5% കിട്ടും. അതിന് കാരണം എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ എടുത്ത് ടാക്സ് ആണ്, കാരണം അഞ്ചാമത്തെ കോൾ എടുത്തത്, ഇവിടുത്തെ അഞ്ചാമത്തെ കോൾ എടുത്തത്. നമുക്ക് വേണ്ടത് ആറാമത്തെ കോളാണ്. അപ്പോൾ ഇവിടെ 5 എന്നുള്ളത് മാറ്റിയിട്ട് 6 ആക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്തത് 5% തന്നെയായിരുന്നു, അതുകൊണ്ടാണ് സെയിം വാല്യൂ കാണിച്ചത്. ഇത് നമ്മളിപ്പോൾ ഇവിടെ 8 ആക്കി നോക്കിയാൽ അപ്പോൾ അവിടെ 8 ആയിട്ടുണ്ടാവും, 8%. ഓക്കെ, ഇനി ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ എല്ലാത്തിൻ്റെയും ഡിസ്കൗണ്ട് റേറ്റ് കിട്ടും. ഇനി ഇത് തന്നെ നമുക്ക് അടുത്ത കമ്മീഷൻ ആണെങ്കിൽ അടുത്തേക്ക് ഡ്രാഗ് ചെയ്യുക,
ഇപ്പോൾ ഇത് കാണിച്ചത് 8% തന്നെ, കാരണം എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് തന്നെ കാണിച്ചത്. കമ്മീഷൻ കിടക്കുന്നത് 7ാമത്തെ കോളാണ്, നമ്പർ 7 ആണ്. അവിടെ പോയിട്ട് നമ്മൾ ആ കോളം നമ്പർ 6 എന്നുള്ളത് 7 ആക്കി കൊടുക്കുക, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഓക്കെ, എൻ്റർ ചെയ്യുക. ഓക്കെ, ഇതാണ് VLOOKUP. VLOOKUPൽ എപ്പോഴും ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. ലുക്കപ്പ് വാല്യൂ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റ് ഡാറ്റകളാണെന്ന് മറ്റ് ഫയലുകളിൽ നിന്ന് നമ്മൾ കോൾ ചെയ്യുന്നത് ഇങ്ങോട്ട്. അങ്ങനെ കോൾ ചെയ്യുമ്പോൾ ഈ വാല്യൂ, ലുക്കപ്പ് വാല്യൂ കിടക്കുന്ന കോളം ഏതാണോ ആ കോളം തൊട്ടേ നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യാവും. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ആ കോളം തൊട്ട് എണ്ണ, കൗണ്ടിങ് തുടങ്ങുന്നത് ആ കോളം തൊട്ടാണ്, 1 2 3 4 എന്ന്. അപ്പോൾ ആ കോളം തൊട്ട് എത്രാമത്തെ കോളത്തിലെ ഡാറ്റയാണോ വേണ്ടത് ആ കോളം നമ്പർ കൊടുക്കുക. അപ്പോൾ ലുക്കപ്പ് വാല്യൂ കൊടുക്കുക, അത് കിടക്കുന്ന റേഞ്ച് എടുക്കുക, കോളം നമ്പർ കൊടുക്കുക, പിന്നെ എക്സാക്റ്റ് മാച്ചിന് വേണ്ടി ഫോൾസ് കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഇവിടെ കിട്ടും. ഇതാണ് VLOOKUP. ഓക്കെ, താങ്ക്സ്.